നമുക്കറിയാം, ഇവിടെ നിങ്ങളായിരിക്കുന്ന എല്ലാവരും തന്നെ, ഞാൻ ഉൾപ്പെടെ എല്ലാവരും കുടുംബങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരാണ്. സാമൂഹ്യശാസ്ത്രം പഠിക്കുമ്പോൾ കുടുംബത്തെക്കുറിച്ച് ഇപ്രകാരമാണ് നിർവചിക്കുന്നത്: ഒരു പുരുഷനും സ്ത്രീയും അവരുടെ ഒരു കുട്ടിയുമുള്ള ഒരു സമൂഹമാണ് കുടുംബമെന്നാണ് സാമൂഹ്യശാസ്ത്രം നമ്മെ പഠിപ്പിക്കുന്നത്. കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, മാതാപിതാക്കളും മക്കളുമുള്ള ഒരു സമൂഹമാണ് കുടുംബമെന്ന്. സ്വന്തം സ്ഥലവും സ്വന്തം സൗകര്യങ്ങളും സ്വന്തമായിട്ടുള്ള ഒരു പാർപ്പിടമില്ലാത്ത അവസ്ഥയിലൂടെയൊക്കെ ഇന്നത്തെ നിറവിൽ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പോലും മാതാപിതാക്കളും മക്കളും അടങ്ങുന്ന ഒരു ചെറു സമൂഹം ആണ് കുടുംബമെന്ന് സാധാരണയായ പരിഭാഷയിൽ നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. എന്നാൽ സഭാവിശ്വാസികളായ നമുക്ക് നമ്മുടെയൊക്കെ കുടുംബജീവിതം, നമ്മുടെയൊക്കെ കുടുംബം ഈ നിർവചനങ്ങൾക്കൊക്കെ അതീതമാണ്. എന്താണ് കുടുംബം? കുടുംബത്തെ പരിശുദ്ധ കത്തോലിക്കാ സഭയുടെ രണ്ടാമത്തെ സുനകദോസ് നിർവചിക്കുന്നത് ഗാർഹിക സഭ എന്നാണ്. അതായത് നമ്മുടെയൊക്കെ കുടുംബങ്ങള് സഭയുടെ ചെറിയ ചെറിയ പോഷക ഘടകങ്ങളാണ്. സഭാമാതാവിന്റെ അടിത്തറയാണ് നമ്മുടെയൊക്കെ കുടുംബങ്ങള്. ഈ കുടുംബത്തില് എൻ്റെ വിശ്വാസ ജീവിതവും എൻ്റെ വിശ്വാസത്തിലേക്കുള്ള കടന്നുവരവും ഒക്കെ ആരംഭിക്കേണ്ടതും നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ്. നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് നമ്മുടെ സ്വഭാവങ്ങൾ രൂപവത്കൃതമാകുന്നത്. നമ്മുടെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ എന്ന് വേണം നമ്മുടെ കുടുംബങ്ങളെ വിശേഷിപ്പിക്കുവാനായിട്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കാണുവാനായിട്ട് സാധിക്കും, എൻ്റെ അമ്മ വിലാപങ്ങളുടെ പുസ്തകം അധ്യായം 2, 18, 19 വചനങ്ങൾ അതിൻ്റെ ആഴത്തിൽ ജീവിച്ചവളാണ്. എന്താണ് വിലാപങ്ങളുടെ പുസ്തകം അധ്യായം 2, 18, 19 വചനങ്ങൾ പറയുന്നത്? സിയോൻ പുത്രി, കർത്താവിനോട് ഉറക്കെ നിലവിളിക്കുക, രാവും പകലും മഹാപ്രവാഹം പോലെ കണ്ണുനീർ ഒഴുകട്ടെ. നീ വിശ്രമിക്കരുത്, കണ്ണുകൾക്ക് വിശ്രമം നൽകരുത്. രാത്രിയിൽ യാമങ്ങളുടെ ആരംഭത്തിൽ എഴുന്നേറ്റ് ഉറക്കെ നിലവിളിക്കുക. കർത്താവിന്റെ സന്നിധിയിൽ ജലധാര പോലെ നിന്റെ ഹൃദയത്തെ ചൊരിയുക. നാൽക്കാലകളിൽ വിശന്നു തളർന്ന് വീഴുന്ന നിന്റെ മക്കളുടെ ജീവന് വേണ്ടി നീ അവിടുത്തെ സന്നിധിയിലേക്ക് കൈകൾ ഉയർത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ അമ്മ ഈ വചനങ്ങൾ ജീവിച്ചു എന്ന് പറയുമ്പോൾ എൻ്റെ അമ്മ പകല് മുഴുവൻ പണിയെടുത്ത്, അന്നത്തെ കാലത്ത് വിറക് ശേഖരിക്കണമായിരുന്നു തീ കത്തിക്കണമെങ്കിൽ. മഴ തുടങ്ങിയാൽ പിന്നെ വിറകൊക്കെ നനയുവാൻ തുടങ്ങും. അപ്പോൾ ഈ അറക്കപ്പൊടിയുടെ അടുപ്പ് വെച്ചാണ് ഞങ്ങൾ തീ കത്തിക്കുക. ഇപ്പം മില്ലിൽ പോയി തടി അറക്കുന്നിടത്തുനിന്ന് പോയി അറക്കപ്പൊടി ചാക്കിൽ നിറച്ച് ചുമന്നുകൊണ്ട് വേണം വരുവാനായിട്ട്. ഈ വരുന്ന വഴിക്ക് ചിലപ്പോൾ മഴ പെയ്യും. മഴ പെയ്താൽ നമുക്കറിയാം അറക്കപ്പൊടി നനഞ്ഞു കഴിഞ്ഞാൽ അതിന് വെയിറ്റ് കൂടുമെന്ന് നമുക്കറിയാം, അതിൻ്റെ ഭാരം കൂടും. പക്ഷേ ആ ഭാരമെല്ലാം താങ്ങി ഇങ്ങനെ അറക്കപ്പൊടിയൊക്കെ ചുമന്ന് വീട്ടിൽ കൊണ്ടുവന്ന് പകൽ മുഴുവൻ അധ്വാനിച്ച് പറമ്പിലൊക്കെ പണിതതിന് ശേഷം രാത്രിയിൽ എല്ലാവരും തളർന്നുറങ്ങുമ്പോഴും എൻ്റെ അമ്മ തൻ്റെ കൈകൾ വിരിച്ചു പിടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അത് കണ്ടാണ് ഞങ്ങളെല്ലാവരും വളർന്നത്. ഞങ്ങൾ രാത്രിയിൽ ചിലപ്പോൾ ഞെട്ടി ഉണർന്ന് നോക്കുമ്പോൾ അമ്മ ഇങ്ങനെ മുട്ടുകുത്തി നിന്നുകൊണ്ട് ഇരു കൈകളും സ്വർഗസ്ഥനായ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വിശന്നുറങ്ങുന്ന തൻ്റെ മക്കളെ നോക്കി അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഒരു അമ്മയെയാണ് ഞങ്ങൾ കണ്ടിരുന്നത്.
അതാണ് ഞങ്ങളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ അടിത്തറ. ഏത് ലോകത്തിന്റെ ഏത് കോണിൽ പോയാലും ആ വിശ്വാസമാണ് അന്ന് ഞങ്ങളുടെ അമ്മയിൽ നിന്നും ഞങ്ങൾക്ക് ലഭിച്ച ആ വിശ്വാസമാണ് ഇന്നും ഞങ്ങളുടെ ജീവിതത്തില് ഞങ്ങളെ മുന്നേറുവാനായിട്ട് ഞങ്ങൾക്ക് സഹായകമായിരിക്കുന്നത്. ഞങ്ങള് 4 മക്കളാണ് വീട്ടില്. അതിൽ ഞാൻ മാത്രമേ വൈദികനായിട്ടുള്ളൂ. ഞാൻ വൈദിക പട്ടം സ്വീകരിച്ച് ആദ്യമായിട്ട് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു ചെന്നത് ലത്തേഹാർ എന്ന സ്ഥലത്താണ്. അത് നമ്മുടെ ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഒരു ഡിസ്ട്രിക്ട് ഹെഡ്ക്വാർട്ടർ ആയ സ്ഥലത്തായിരുന്നു ഞാൻ സേവനം അനുഷ്ഠിക്കുവാനായിട്ട് ചെന്നത്. അവിടുത്തെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ അവിടെ മാവോയിസ്റ്റുകളുടെ കേന്ദ്ര സ്ഥലമായിരുന്നു അന്നത്തെ സമയമൊക്കെ. ഇന്ന് അതിന് ഒത്തിരി വ്യത്യാസങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേങ്കിൽ ആ സ്ഥലത്തേക്ക് പോലും സേവനമനുഷ്ഠിക്കുവാനായിട്ട്, കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനായിട്ട് കടന്നു ചെല്ലുവാനുള്ള ആത്മധൈര്യം എനിക്ക് ലഭിച്ചത് എൻ്റെ അമ്മയിൽ നിന്നും എനിക്ക് പകർന്നു കിട്ടിയ ആ വലിയ വിശ്വാസത്തിന്റെ, സുദൃഢമായ ആ വിശ്വാസത്തിന്റെ അടിത്തറയാണ്. ഞാൻ ഇന്ന് ഒരു മാതാവായിരിക്കുമ്പോൾ, ഒരു പിതാവായിരിക്കുമ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഇങ്ങനെയുള്ള വിശ്വാസം പകർന്നു കൊടുക്കുവാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? വിശ്വാസം പലപ്പോഴും നമുക്ക് എടുത്തുപയോഗിക്കാനുള്ള ഒരു ആഭരണം പോലെയാണ് നമ്മൾ പലപ്പോഴും കൈകാര്യം ചെയ്യുന്നത്. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ, വേദനകൾ കടന്നു വരുമ്പോൾ, ഇനി എനിക്ക് വേറെ ഒരു ആശ്രയവുമില്ല എന്ന് തോന്നുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ദൈവമേ എന്ന് വിളിക്കുന്നത്. ഞങ്ങളുടെയൊക്കെ നാട്ടിൻപുറത്ത് പന്നിയെ കൊല്ലാറുണ്ട്. പന്നിയെ പിടിച്ചു കെട്ടി നിർത്തിയിട്ട് അതിൻ്റെ നെറ്റിത്തടത്തിൽ കോടാലി വെച്ച് അടിച്ചാണ് കൊല്ലുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു പന്നി കോടാലി വെച്ച് ഒരടി കൊടുത്താലൊന്നും അത് പെട്ടെന്ന് ചാവുകയില്ല. അതിൻ്റെ തലയ്ക്കാണ് അടിക്കുന്നതെങ്കിലും 1-2 അടി കൊണ്ടൊന്നും പെട്ടെന്ന് ചാവുകയില്ല. 3-4-5 അടികളൊക്കെ ഏറ്റു കഴിയുമ്പോഴത്തേനും ഈ പന്നി തൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് മുകളിലേക്കൊന്ന് നോക്കും ചാകുന്നതിന് മുമ്പ്. ഇതാണ് പലപ്പോഴും നമ്മളുടെ ജീവിതത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ചില അടികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് നമ്മൾ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് മുകളിലേക്ക് നോക്കുന്നത്. ദൈവത്തെ അപ്പോഴാണ് നമുക്ക് ഓർമ്മ വരുന്നത്. എന്നാൽ നമുക്ക് നമ്മുടെ കുടുംബ ജീവിതത്തിന് മാതൃകയായിട്ട് ജീവിച്ച, ഇന്നും സഭയില് നമ്മുടെ കുടുംബങ്ങൾക്ക് മാതൃകയായിട്ടുള്ളത് നസ്രത്തിലെ യൗസേപ്പിന്റെയും പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഈശോയുടെയും കുടുംബമാണ്. തിരുക്കുടുംബം എന്നൊക്കെ പറഞ്ഞാണ് നമ്മൾ ആ കുടുംബത്തെ വിശേഷിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ.